പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം. ഈ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്ക കറുപ്പാണ്, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി, കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ? കൊക്ക് കുളിച്ചാൽ കാക്കയാവുമോ? ഉണ്ടോ? ആ ചോദ്യം ചോദിക്കുന്നില്ല നമ്മളല്ലേ. അതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏതാണ്? നിറവും ജാതിയൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാണ്. ജാതി വ്യവസ്ഥയുടെ ദുരന്തം പേറുന്നവരാണ് ഭൂരിപക്ഷം. അതോടൊപ്പം തന്നെയാണ് നിറത്തിൻ്റെ പേരിലും ആട്ടി ഓടിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അപ്പോൾ കളറിൻ്റെ പേരിൽ ലോകത്താകെ തന്നെ വിവേചനമുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമുള്ളത്. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലടക്കം വിവേചനം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ആധിപത്യം സ്ഥാപിച്ച ആളുകൾ എപ്പോഴും അവരുടെ നിറവും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയാണ് ഏറ്റവും മഹത്തരമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിനോട് നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത്. വെളുത്തവൻ്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ കറുപ്പ് മോശമാണ് എന്ന് ആരാ പറഞ്ഞത്? അത് ആധിപത്യം സ്ഥാപിച്ച ആളുകളാണ് പറഞ്ഞത്. കറുത്തത് മോശമാണ്. അത് കറുത്തവനും അത് തന്നെയാണ് ചിന്തിച്ചത്, കറുത്തത് മോശമാണ്. കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പനും വെളുപ്പനും വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം, ഈ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്ക കറുപ്പാണ്, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി, കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ? കൊക്ക് കുളിച്ചാൽ കാക്കയാവുമോ? ഉണ്ടോ? ആ ചോദ്യം ചോദിക്കുന്നില്ല നമ്മളല്ലേ. അപ്പം അത് അല്ല, എം പിയുടെ വിവേചനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. ഇത് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലുണ്ടായ ഒരു വികാരമാണ്. കാക്ക കുളിച്ചാൽ കൊക്കാവോ എന്നുള്ള ചോദ്യം കറുപ്പിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത്? അപ്പോൾ കറുപ്പിനെ നിഷേധിക്കുക അല്ലെങ്കിൽ അതിനെ വിവേചനത്തോടു കൂടി കാണുക എന്നുള്ള സമീപനം നമ്മുടെ സമൂഹത്തിൽ നേരത്തെ മുതലുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുറന്നു പറയുകയും അത് ചർച്ച ചെയ്യുകയും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെതിരായിട്ടുള്ള ചിന്തകൾ വളർന്നു വരികയുള്ളൂ. സ്ത്രീ ആയതുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നും പറയുന്നു. സ്ത്രീ ആണെങ്കിലും ദളിതരാണെങ്കിലും ആദിവാസിയാണെങ്കിലും പാർശ്വവൽക്കപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാൻ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ചില കോടതി വിധിയെ ചോദ്യം ചെയ്യില്ല. പെൺകുട്ടികളെ കുറിച്ചൊരു അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ, പെൺകുട്ടികളെ എന്ത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞല്ലോ. അതൊന്നും ബലാത്സംഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ദുരുദ്ദേശത്തോടുകൂടി അല്ല ചെയ്യുന്നതെന്നല്ലേ പറയുന്നത്. അപ്പം അത് സ്ത്രീകളോടുള്ള വിവേചനം, കറുത്തവരോടുള്ള വിവേചനം, ജാതിപരമായിട്ടുള്ള വിവേചനം, ഈ വിവേചനങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വരേണ്ടത്. നമുക്ക് വരുമ്പോൾ മാത്രമാണ് വിവേചനം എന്ന് തിരിച്ചറിയാതെ ഇത് സമൂഹത്തിൻ്റെ ആകെ വിവേചനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം ഉണ്ടാവണം. എനിക്കെന്തെങ്കിലും വിവേചനം നേരിടുമ്പോൾ മാത്രമാണ് വിവേചനം ഉള്ളൂ എന്ന തിരിച്ചറിയല്ല വേണ്ടത്. വിവേചനം എവിടെ വന്നാലും അതിനെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശേഷി നമ്മുടെ സമൂഹം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമാണ് ഇതിനെ നമുക്കില്ലായ്മ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ.